കേട്ട് കഴിയുമ്പോഴേക്കും ഈ പറയുന്ന സക്കരിയ സലാഹി ഞെട്ടി വീണു. മറുപടി പറയാൻ പറ്റിയില്ല. ഇനിയിപ്പോ സക്കരിയാക്ക് മറുപടി കിട്ടിയില്ല. മറുപടി പറയാൻ ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ സക്കരിയ അല്ല അബ്ദുറഹ്മാൻ സലഫി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഇപ്പൊ അനസ് അടക്കമുള്ള മൗലിമാരുണ്ടെങ്കിൽ വെല്ലുവിളിക്കാണ്. നിങ്ങളെ കൂട്ടത്തിൽ ആൺകുട്ടികളുണ്ട്, മറുപടി പറ, എന്നിട്ട് കാണിച്ചത്. ഈ വെറുതെ ഞങ്ങള് സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകന്മാരും അതുപോലെ തന്നെ ഞങ്ങളുടെ അനുയായികളെയും ചോദ്യങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് ഉത്തരയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഞങ്ങളുടെ ചോദ്യങ്ങളെ നേരിടാൻ ഭയക്കുന്നത്. ഏതായാലും ദീർഘിക്കുന്നില്ല, നമ്മുടെ സക്കരിയ വരട്ടെ, ജാരം കണ്ടു ഒന്ന് കേൾപ്പിച്ചു കൊടുക്കും. യാത്രയിലായിരിക്കല്ലേ, തിരിച്ചു വരുന്നായിരിക്കല്ലേ? അതെ അതെ. ആരാ? ഞാൻ ഗൾഫിൽ നിന്ന് വിളിക്കാണ്. അതായത് പിന്നെ പറഞ്ഞില്ലേ ഇമാം ഷൗക്കാനിയും അതുപോലെ തന്നെ ഇമാം അഹമ്മദൊക്കെ അത് സ്വഹീഹാണെന്ന് കരുതിയിട്ടാണ് ചെയ്തത്, അതുകൊണ്ട് നമ്മൾ ശിർക്ക് ആണെന്ന് പറയണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പോ പിന്നെ ഇവര് ചോദിക്കുന്ന വെച്ചാല് അങ്ങനെയാണെങ്കിൽ പിന്നെ ഇസ്തിഹാസയുടെ വിഷയത്തിലും ഇമാമിങ്ങൾ ഇതേ വിഷയങ്ങൾ പറഞ്ഞിട്ടില്ല, അങ്ങനെയാണെങ്കിൽ ഇസ്തിഹാസയും ശിർക്കല്ല പറയേണ്ടി വരും. ഓ പറഞ്ഞിട്ടില്ല, സുബുക്കി ഇമാം പറഞ്ഞിട്ടില്ല, അത് ഷിഫാ ഉസക്കാമിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലേ? ഏത് അല്ല തെളിവ് പറഞ്ഞിട്ടില്ല, അല്ല ഇമാമിങ്ങൾ ചെയ്ത് കാണിച്ചു തന്നിട്ടില്ലെന്നാ ചോദിക്കുന്നപ്പോ. അല്ല മാലിക് ഇമാം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഷഫാഅത്ത് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞ വിഷയങ്ങളുണ്ടല്ലോ. അല്ല അത് ഇത് ഖാലിയാദിന്റെ പിന്നെ ഷിഫയിലില്ലേ ആ വിഷയം? പിന്നെ അതുപോലെ തന്നെ ഷറഹുൽ ബുഖാരിയിൽ നബി ഇമാം മുസ്തശ്ഫീം ബി റസൂലില്ലാഹി റസൂലുള്ളാഹിനോട് ഷഫാഅത്ത് ചോദിച്ചുകൊണ്ട് തുടങ്ങുന്നു എന്നും പറഞ്ഞിട്ടില്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ. ഓ യാത്രയിലായിരിക്കല്ലേ, തിരിച്ചു വരുന്നായിരിക്കല്ലേ? മാന്യത. അനസാണെങ്കിൽ ഭീഷണി ഉണ്ടാവും, അബ്ദുറഹ്മാൻ സലഫി ആണെങ്കിൽ ഭീഷണി ഉണ്ടാവും. സക്കരിയ ആയിട്ട് ഇപ്പൊ ഭീഷണിയൊന്നുമില്ല, നിങ്ങൾ പിന്നെ വിളിക്കുന്നു മാന്യമായിട്ട് പറഞ്ഞു, അയാൾക്കറിയില്ല. കാരണം മഹാനായ ഇമാം മാലിക് റഹിമഹുല്ല മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സഹായം തേടണം എന്ന് പറഞ്ഞപ്പോ അത് എവിടെയുള്ളൂ മൂപ്പര് അറിയില്ല. അത് പറഞ്ഞെടുത്തപ്പോ കിതാബിന്റെ പേരടക്കം പറഞ്ഞെടുത്തപ്പോ ചോദിക്കുന്ന അങ്ങനെ അത് അന്വേഷിക്കണം, നിങ്ങൾ പിന്നെ വിളിക്കുന്നു. എന്റെ മൗലവിമാരെ ഇതൊക്കെ കണ്ടതിന് ശേഷം പോയാൽ പോരെ? പിന്നെ ഇപ്പൊ അണിക്ക് പിന്നെ ഇതൊക്കെ കണ്ടതിന് ശേഷം പോയാൽ പോരെ? അപ്പൊ ഇയാൾ പറയുന്ന വാദത്തിന് യാതൊരു അടിസ്ഥാനവും ഇല്ല. കാരണം യാ ഇബാദല്ലാഹി ഐനുനി എന്നുള്ള വിഷയം ഇമാമിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് സഹോദര സെലഫി അനസേ എന്നൊക്കെ വിളിച്ചിട്ട് അയാൾ പറയുന്നത് എന്തിന്? അത് നിങ്ങൾ ശിർക്കാക്കിയാല് ഇമാമിങ്ങളൊക്കെ നമ്മൾ ശിർക്ക് ചെയ്തവരായി പറയേണ്ടി വരും. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന അഹമ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ മേലെയല്ലേ നമ്മുടെ ഈ സെലഫി അല്ല പിന്നെ ഈ സലാഹി? നിങ്ങളോട് ചോദിക്കേണ്ട ഇമാം ശാഫഈ തങ്ങള് ചോദ്യം ഒരുപാടുണ്ട്. ബാബുമാ യഖൂലു റജുലു ഇദാ ഖദിറത് റിജ്ലുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സഹായം തേടണമെന്ന അധ്യായം കൊടുത്ത ഇമാം ബുഖാരിയെ നിങ്ങൾ ഏത് പട്ടികയിൽ പെടുത്തും? മുസ്തശ്ഫിൻ ബി റസൂലില്ലാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം തേടണമെന്ന് പഠിപ്പിച്ച ഇമാം നവവി റഹ്മഹുല്ലാഹ് ഏത് പട്ടികയിൽ നിങ്ങൾ പെടുത്തും? ഇസ്തസ്കരി ഉമ്മത്തിക ഫഇന്നഹും ഖദ് ഹലകു, ഇത് റിപ്പോർട്ട് ചെയ്ത അതാ നൂറുകണക്കിന് പണ്ഡിതന്മാരെ നിങ്ങൾ ഏത് പട്ടികയിൽ പെടുത്തും? അവരൊക്കെ ചോദ്യം വരൂലേ? ഒരു യാ ഇബാദല്ലാഹി ഐനുനി എന്നുള്ള വിഷയം മാത്രമാണോ മൗലവി? ഇയാൾ ഏത് വണ്ടിന്നാ കയറി വന്നേ? എന്നിട്ട് അതല്ല ഭയങ്കര രസം, ഇയാളെ ഫോൺ വെച്ച ഉടനെ തന്നെ എനിക്കറിയാം, ഇയാളെ ഫോൺ വെച്ച ഉടനെ തന്നെ ഞാൻ ഇയാളെ ഉണ്ടല്ലോ ഇയാളെ ഫാൻസ് അസോസിയേഷൻ ഉണ്ടല്ലോ, ഇയാളെ ഫാൻസ് അസോസിയേഷന്റെ സെക്രട്ടറിയാണ് മിസ്റ്റർ ഷാഫി സലാഹി ചങ്ങലേരി. അപ്പൊ ഞാൻ കരുതി പുള്ളിക്കാരൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ കേട്ട് സൂയിക്കുകയാണെന്നാണ് മനസ്സിലാക്കിയത്. അപ്പൊ വിളിച്ചു നോക്കുമ്പോൾ പുള്ളി റെയിൽവേ സ്റ്റേഷനിൽ. അപ്പൊ ഈ രണ്ടാളും കൂടി ഒരു വണ്ടിക്കാണോ അല്ല രണ്ട് വണ്ടിയിലാണോ? അതെ, അൽ കലീമു ത്വയ്യിബ് ഇബ്നു തൈമിയ, അതെ സക്കി ഉസ്താദ് അതാ അടിച്ചിരിക്കുന്നു. അൽ കലീമു ത്വയ്യിബ് ഏറ്റവും നല്ല വാചകങ്ങൾ പറയുന്ന കിതാബ് എന്ന പേരിൽ ഇബ്നു തൈമിയ എഴുതിയിട്ട് കൊടുത്തിരിക്കുന്നത് യാ ഇബാദല്ലാഹ് എന്നുള്ള ഉദ്ധരിച്ചിരിക്കുന്ന അൽ കലീമു ത്വയ്യിബിലാണ്. അപ്പൊ ഇബ്നു തൈമിയ എന്തായി? ശിർക്ക് ചെയ്ത മുശ്രിക്കുകളായി. എന്നിട്ട് ഇവർ പറയും ഇതേ വാദം. അറ്റ്ലീസ്റ്റ് ഇവര് ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ നിങ്ങൾ ഇസ്തിഗാസ ചെയ്യാൻ പാടില്ല കേട്ടോ, പക്ഷേ നിങ്ങൾ ഇസ്തിഗാസ ശിർക്കാണെന്ന് പറയേണ്ട. കാരണം അങ്ങനെ പറഞ്ഞാൽ സ്വഹാബത്ത് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ അതാ ഇമാമിങ്ങൾ മുതൽ ഇങ്ങോളുള്ള ഇമാമിങ്ങളൊക്കെ നമ്മൾ മുശ്രിക്കീങ്ങളാക്കേണ്ടി വരും എന്ന് മുജാഹിദീങ്ങൾ വാദിച്ചാല് കുറച്ചും കൂടി നമുക്ക് അവരോടൊരു അങ്ങനെ ഉണ്ടല്ലോ ഒരു പറയാൻ മാത്രമുള്ള സുഖമുണ്ട്. ഇസ്തിഗാസയുടെ വിഷയത്തുമോ ഏത് ഇമാമ് പറഞ്ഞാലും ഏത് കോജ പറഞ്ഞാലും ഏത് പാള കിതാബിൽ ഉണ്ടായാലും അത് ഞങ്ങൾക്ക് തെളിവല്ല.
ഖുർആനും ഹദീസുമാണ് ഞങ്ങളുടെ മാനദണ്ഡം എന്ന് പറയുന്ന മുജാഹിദീങ്ങൾ യാ ഇബാദല്ലാഹി അയ്നൂനി എത്തുന്ന സമയത്ത് എന്തൊരു മുഹബ്ബത്ത ഇമാമിങ്ങളോട് ഷൗക്കാനി പറഞ്ഞില്ലേ, അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞില്ലേ, ഇബ്നു തൈമിയ പറഞ്ഞില്ലേ, എന്താ ഇയാളെ വയതുന്ന. എന്നിട്ട് എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയ ഭാഗം ഇയാളെ പ്രസംഗത്തിന്റെ അവസാന ഭാഗത്ത് ഇയാൾ പറയാണ്, കളവ് മാത്രം പറയുന്ന അനസേ. ചെറുപ്പുസ്തകം കേട്ടോ ആ ഭാഗം? 3 ആളെ പേര് ഒരുമിച്ചാണ് ഇയാൾ പറഞ്ഞത്. കളവ് മാത്രം പറയുന്ന അനസേ എന്നിട്ട് പറയാണ്, കളവ് മാത്രം പറയുന്ന അനസേ. എന്നിട്ട് അടുത്ത പറയാ, പിന്നെ എന്തും വിളിച്ചിട്ട് ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന സലഫി. അതിന്റെ ഒക്കെ പുറമെ അനീഫാനോട് അതാ പിന്നെ എന്തായിരുന്നാലും ഉപയോഗിച്ച പദം അത് എഴുതി വെക്കണം, എഴുതി വെച്ചിട്ട് തന്നെ പറയണം. അനീഫ എല്ലാം തരികിട കളിക്കുന്ന അനീഫ എന്നുള്ള അർത്ഥത്തിൽ അനീഫ കായക്കോട്ടിന് ഇയാൾ പറയാണ്. എങ്ങനെയുണ്ട്? വളരെ രസകരമായി തോന്നി. അതിന്റെ ഇടയിലാണ് നമ്മളെ നസാഫിന്റെ ക്ഷണം. മുജാഹിദീങ്ങളെ, നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, സുഹൃത്തുക്കൾ കേൾക്കുന്നില്ലേ? മുജാഹിദീങ്ങളെ, നിങ്ങൾ സിഹ്റൂരിയാവല്ല, നിങ്ങൾ ജിന്നൂരിയാവല്ല. നസാഫ് ഇന്നലെ പറഞ്ഞ വെറുതെ പറഞ്ഞല്ല, നസാഫ് വിളിക്കുക. അതുകൊണ്ട് നിങ്ങൾ സെലഫിയിലേക്ക് പോയാൽ നിങ്ങൾ സിഹ്റൂരിയാകും. അതുപോലെ തന്നെ ഹനീഫയിലേക്ക് പോയാൽ നിങ്ങൾ പിന്നെ സക്കരിയയിലേക്ക് പോയാൽ നിങ്ങൾ ജിന്നൂരിയാകും. പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ വരൂ, ആളുകൾ കുറഞ്ഞ് ശുഷ്കിച്ച ഈ സംഘടനയിലേക്ക് വരൂ, ആളുകൾ ശുഷ്കിച്ച ഈ സംഘടനയിലേക്ക് വരൂ. നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ ക്ലാസ് റൂം പെയിന്റ് അടിച്ച് നീല കളറാക്കിയിട്ടുണ്ട് കേട്ടോ എന്നുള്ള അർത്ഥത്തിലാണ് ആര് നസാഫിന്റെ വയവ്. എന്നിട്ട് നസാഫിന്റെ ഒരു കമന്റും, നല്ല രസമുള്ള കമന്റ്, ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഉണ്ടോ ജിന്നുകൾക്ക് വേണ്ടി മനുഷ്യന്മാർ തമ്മിലടിക്കുക? ഇയാൾ ചോദിക്കുക, മുജാഹിദിന്റെ നേതാവ് നസാഫ് ചോദിക്കുക, ജിന്നുകൾക്ക് വേണ്ടി മനുഷ്യന്മാർ തമ്മിലടിക്കുക, എന്നിട്ട് ജിന്നുകൾ ഇത് നോക്കി ചിരിക്കുന്നുണ്ടാവും. എങ്ങനെയുണ്ട്? മനുഷ്യന്മാരെ തമ്മിലടി കണ്ടിട്ട് ജിന്നുകള് അതാ ചിരിക്കുന്നുണ്ടാവും. ആര് പറയുന്നത്? നസാഫ് പറയാ. നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ച മക്കളെ. അതിന്റെ പുറമെ ഇയാൾ ഇന്ന് അവസാന സെഷൻ നിങ്ങളൊക്കെ കേട്ടിരിക്കും, ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ല. ആര്? നമ്മുടെ സക്കരിയ സലാഹി. അയാൾ പറയാ, നമ്മുടെ സമ്മേളനത്തിൽ മഞ്ചാടി ഇതാ കഴിഞ്ഞേട്ടാ, നമ്മുടെ സമ്മേളനത്തിന്റെ അവസാന സെഷൻ ഒരു കുംഭസാര സെഷൻ ഉണ്ടാവും കേട്ടോ. 2012 വരെയുള്ള തൗഹീദ് ഞങ്ങൾ മാറ്റിയിരിക്കുന്നു. അപ്പൊ ഇയാൾ പറയാ ആമീൻ. ഇയാളെ സൗണ്ട് കേട്ടോ, ഞാനല്ല, സക്കരിയ പറയാ. ഏത് 2012 ഒരു കുംഭസാര സെഷൻ വേണോ മുജാഹിദിന്റെ സമ്മേളനത്തില്? കാരണം 2012 വരെയുള്ള തൗഹീദ് ഞങ്ങൾ ഇതാ മാറ്റിയിരിക്കുന്നു കുഞ്ഞാടുകളെ. അപ്പൊ കുഞ്ഞാടുകൾ പറയും ആമീൻ, ആമീൻ യാ സലഫി. ഈ നിരക്കുള്ള മൗലവിമാരെ നിങ്ങൾക്ക് നാണയില്ലേ? ഏതായാലും അബ്ദുറഹ്മാൻ സലഫിയെയും അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ സലഫിയെയും സക്കരിയ പിന്നെ ഈ കായക്കൊടിയെയും അനസിനെയും സക്കരിയ കൈകാര്യം ചെയ്തിട്ടുണ്ട്. സക്കരിയാനെ ഞങ്ങളും കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇനി മുജാഹിദീങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒറ്റപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ രക്ഷപ്പെടുക, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരിക, യഥാർത്ഥ സുന്നത്തി ജമാഅത്തിന്റെ പാന്താവിലേക്ക് വരിക. ഇനി അവസാന ഭാഗം കൂടി ജാറങ്ങണ്ടി ഒന്ന് കൈകാണിച്ചു. മരവണ്ടൂസ് വേറെ മൗലവി ഉണ്ടല്ലോ, നമ്മുടെ ഷാഫി സലാഹി ചങ്ങലേരി. അപ്പൊ അസ്ഥാനത്തിനെ വിളിച്ചപ്പോ മൂപ്പര് ട്രെയിനിൽ. അപ്പൊ ട്രെയിനിൽ വിളിച്ചപ്പോ മൂപ്പര് വേഗം ഫോണ് കൈമാറിയിട്ട് ഇയാൾക്ക് ഒരു അസിസ്റ്റന്റ് ഉണ്ടല്ലോ, ഇയാൾക്ക് മറുപടി പറയാനില്ലാത്തപ്പോ അസിസ്റ്റന്റിന് കൊടുത്തു. അങ്ങനെ അസിസ്റ്റന്റിനെ കൊടുത്ത് ചുരുക്കി പറഞ്ഞാൽ എവിടെ എത്തി? മാലിക് ഇമാമിന്റെ ഈ പറയുന്ന ഇബാറത്തിലേക്ക് എത്തി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് റസൂലുള്ളാഹിനോട് ശഫാഅത്ത് ചോദിക്കണം എന്ന് പറഞ്ഞ ഭാഗം. അപ്പൊ ഷാഫിക്ക് നമ്മളെ സ്ഥിതിയൊക്കെ, ഞാൻ അയാളായിട്ടുള്ള വ്യക്തിപരമായ സംഭാഷണത്തിനിടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളിവിടെ ഒരു ഷെയറിംഗ് റൂമിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ മൈക്കിൽ സംസാരിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ എന്താ പറയണ്ടേ, റൂമിന്റെ പുറത്ത് ചൂട്ടത്തൊക്കെ പോയിട്ട് ഇരുന്നിട്ടാണ് സംസാരിക്കുക. കാരണോ പിന്നെ റൂമിൽ ആളുണ്ടാവും. കാരണം നമ്മളെ മാതിരി എല്ലാവർക്കും എല്ലാ വിഷയത്തിനും താല്പര്യം ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. അപ്പൊ പല കാറ്റഗറിയിലുള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ അവരെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി ചിലപ്പോൾ റൂമിന്റെ പുറത്തും അതുപോലെ തന്നെ ഇരുട്ടത്തൊക്കെ ഇരുത്തിട്ടാണ് ചിലപ്പോൾ മൈക്കെടുത്ത് സംസാരിക്കേണ്ട അവസ്ഥ വരുത്ത്. അപ്പൊ ഷാഫി ധൈര്യത്തില് ഒരു വെല്ലുവിളി, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കിതാബ് വായിക്കോ, ഇയാൾക്കറിയാം നമ്മൾ എവിടുന്ന വിളിക്കുന്നത്. അപ്പൊ കഷ്ടപ്പെട്ടിട്ട് ഇയാളെ വെല്ലുവിളി കേട്ട് ഞാൻ രണ്ടാമത് റൂമിലേക്ക് വന്നു. ആ ഇബാർത്തൊക്കെ എടുത്ത് തിരിച്ചു പോയി. അത് ഇബാർത്ത് വായിച്ചെടുക്കുമ്പോഴത്തേക്ക് സംഗതി മൊബൈൽ കട്ട് ചെയ്തിട്ട് ഓടി. നിങ്ങൾ ആലോചിച്ച് നോക്കിയാ, ഇബാർത്ത് വായിച്ചു കൊടുക്കാൻ ഒരുങ്ങുമ്പോഴത്തേക്ക് ഇയാള് മൊബൈൽ കട്ട് ചെയ്തിട്ട് ഓടി. ഏതായാലും ജാറങ്കണ്ടി ഉണ്ടെങ്കിൽ അതും കൂടി കേട്ടോ. ഷാഫി സലാഹി ഈ പറഞ്ഞ മൗലവിയെ ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ട് അവസാനം മുങ്ങുന്നത് കണ്ടോ? ഇതാണ് ഇവരുടെ ഒക്കെ സ്ഥിതി. കാളവണ്ടിയിൽ ഇപ്പൊ ഏതായാലും ചങ്ങലേരി ഇറങ്ങിയോ ഇല്ലെന്ന് അള്ളാഹു അലം. ജാറങ്കണ്ടി നിങ്ങളെ കേൾപ്പിക്കും, കേട്ടാൽ ഏതായാലും ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ വ്യക്തമാകും. അള്ളാഹു പിന്നെ തെറ്റിദ്ധരിച്ചു പോയ മുഴുവൻ മുജാഹിദീങ്ങൾക്കും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു
പിന്നെ വഴിയായി ഈ മുജാഹിദുകളുടെ ഇടയിലുള്ള തല്ല് മാറ്റിക്കൊണ്ട് അവർക്കും സത്യത്തിന്റെ പാത സ്വീകരിക്കാൻ തൗഫീക്ക് ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ജാറങ്കണ്ടിയിലേക്ക് മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരാൾക്ക് കൊടുക്കാം. ഒന്ന് കൊടുത്തേ. ഹലോ, ആരേത്? ആ പറഞ്ഞോളൂ. ആരാണ് എനിക്ക് അറിയേണ്ട വിഷയം പറഞ്ഞാൽ പറയാം. ആരാണ് മനസ്സിലായില്ല? ആളെ മനസ്സിലായി? ആരാണ് നിങ്ങൾക്ക് അറിയാൻ? നിങ്ങൾ ഇതിനായിലൂടെ ഇവിടുന്ന് നിങ്ങൾ എന്താ വിഷയം പറഞ്ഞോളൂ പറഞ്ഞത്? അല്ലെ ഷാഫിനോട് വിഷയമായിരിക്കുമല്ലോ എന്തായാലും. പറഞ്ഞോളൂ. ഇപ്പൊ കമ്പിടി സേവിക്കാൻ പോയി വിഷയം പറഞ്ഞത് ഞാൻ പറഞ്ഞു. അത് എന്ത് പറഞ്ഞില്ലല്ലോ. അല്ല, കാന്തപുരം കേരള യാത്ര നടത്തുമ്പോ നിങ്ങൾ പോയിരുന്നല്ലോ. ഞാൻ ചൂടാവില്ല. നിങ്ങൾ ചൂടാവുക. ഞാൻ നിങ്ങൾക്ക് ഷാഫിക്ക് മറുപടിയില്ല. നിങ്ങളെ കൊടുത്തല്ലേ? സക്കീരിയ സലായി എടുത്തു. അയാൾക്കൊന്ന് കൊടുക്ക്. അയാളോട് ഒന്ന് കൊടുത്തേ. അല്ല നിർവാഹമില്ല. ഞങ്ങള് ട്രെയിനുണ്ട്. ട്രെയിനിലുള്ള സഹോദരന്മാർ മൂന്നാള് ആയിക്കോട്ടെ. ഉള്ള ആൾക്കാരെല്ലാവരും അവിടെ നല്ല ഉറക്കമാണ്. 4 സഹോദരൻ